ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മക്കൾക്ക് സ്കൂളിലുള്ള ഒരു ദിവസത്തിലെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. 4:30 മണിയാകുമ്പോഴാണ് കേട്ടോ രാവിലെ ഞാൻ എഴുന്നേക്കാറുള്ളത്. അപ്പോൾ ഓരോ ദിവസവും അവർക്ക് ടിഫിനകത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെച്ച് കൊടുക്കുന്നത് നല്ല ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോഴും തണുപ്പായതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഇഡ്ഡലി അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ നേരത്തെ വെച്ച് കൊടുക്കാറുണ്ട്. ഇപ്പം അങ്ങനെ വെച്ച് കൊടുക്കാറില്ല, കാരണം അവർക്ക് തീരെയും താല്പര്യം വരുന്നില്ല. അതുകൊണ്ട് എന്താ പറയുന്ന വല്ല കേക്ക് ഐറ്റങ്ങൾ അങ്ങനെയൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോഴും രണ്ടാൾക്കും ഇഷ്ടമുള്ള തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ടിഫിനകത്ത് റെഡിയാക്കി വെക്കുന്നത്. അധികമൊന്നും കഴിക്കത്തില്ല. മൂത്ത ആളിന് ചോക്ലേറ്റിൻ്റെ അധിക സാധനങ്ങളോട് താല്പര്യമില്ല, പക്ഷേ ചെറിയ ആൾക്ക് എത്ര കിട്ടിയാലും കഴിക്കും ചോക്ലേറ്റ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. അങ്ങനെ താണ്ട് ടിഫിനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം നല്ല രീതിയിലുള്ള തണുപ്പുള്ള ഒരു ദിവസമായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് മുന്നേയും പിന്നീടും അത്ര വലുതായിട്ട് തണുപ്പ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ചെറിയ മക്കളാണെങ്കിൽ റൂമിൽ AC ഓൺ ചെയ്യാതെ കിടക്കത്തതേയില്ല. അവർക്ക് ആ ഒരു സൗണ്ട് ഇല്ലാതെ പറ്റത്തില്ലെന്ന് പറയുന്നത്. അപ്പോൾ കുറേ സമയം കഴിയുമ്പോൾ ഞാൻ പോയിട്ടത് ഫാനിലോട്ടാക്കും, ആ സൗണ്ട് കേട്ടിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? എനിക്കും ഉണ്ട് കേട്ടോ അങ്ങനെ. റൂമിനകത്ത് ഭയങ്കര കാമായിട്ട് അത് അങ്ങനെ പറ്റുന്നതില്ല, കാരണം വർഷങ്ങളായിട്ടുള്ളൊരു ശീലമായിട്ടായിരിക്കും. ഞാനും AC ചെറുതായിട്ട് ഫാനിലോട്ടാക്കിയിട്ട് ആ ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടിട്ട് കിടക്കുന്നത്. പക്ഷെ അതൊക്കെ ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കും. വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ തണുപ്പും ഫ്ലോറിനകത്ത് ഫുള്ള് നമുക്ക് നടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെ തണുപ്പടുത്തൂടെ പോയാൽ മതി, ജാക്കറ്റ് ഇടും, സോക്സ് ഇടും, എല്ലാ സെറ്റപ്പിലേ ഞാൻ നിൽക്കത്തുള്ളൂ. ഉച്ചയൊക്കെ ആവും കേട്ടോ ഇതിൽ നിൽക്കി ഒന്ന് ഊരി പുറത്ത് വരാനായിട്ട്. രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ആശ്വാസമാണ് കേട്ടോ. എന്തായാലും വെള്ളം കുടിക്കണത് നിർബന്ധമാണ്. ഞാൻ ദാണ്ട് എൻ്റെ വെള്ളം റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ അയമോദക വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ അതൊന്ന് കുടിച്ച് കഴിയുമ്പോൾ ഒരു സമാധാനം. അത് കഴിഞ്ഞ് നമസ്കാരവും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മക്കളെ വിളിക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് എന്തായാലും ഈ ഒരു വെള്ളം കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമസ്കാരം കഴിഞ്ഞിട്ടാണ് മക്കളെ വിളിക്കുന്നത്. മിട്ടുമോനാണെങ്കിൽ നല്ല ചിട്ടയാണ് കേട്ടോ. രാവിലെ എണീറ്റ് ഫ്രഷായിട്ട് സുബഹി നമസ്കാരമൊക്കെ നിർബന്ധമായിട്ടും ചെയ്ത് അതിനുശേഷം വന്നിരുന്നിട്ടാണ് അവന് ഫുഡ് കഴിക്കുന്നതും അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചെറിയ ആളിന് കുറച്ച് മടിയാണ് കേട്ടോ, എങ്കിലും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് അവനെ ആ ട്രാക്കിൽ കൊണ്ടുവരാൻ.
ഇന്നിപ്പോഴും ഇക്കായ്ക്ക് രാവിലെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കിടക്കാൻ നിന്നില്ല. ഇക്ക എഴുന്നേറ്റിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. 8 മണിയാകുമ്പോഴത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദാണ്ട മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. പിന്നെന്താ പാലപ്പത്തിന് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാവ് പൊളിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കത്തില്ല. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ അപ്പം ചുട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ആ മാവ് ഒരു ജാതി എന്താ പറയുന്നത് വല്ലാത്ത പുളി വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കും. കൂടുതൽ സമയം അത് ഒന്ന് പുളിച്ച് വരാനായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പാലപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഒരുപാട് തവണ ഞാൻ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇനി എന്തായാലും അപ്പം ഒന്ന് ചുട്ടെടുക്കാം. സാധാരണയായിട്ട് ഇക്കായ്ക്ക് വേണ്ട ഫുഡൊക്കെ ഞാൻ റെഡിയാക്കി ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് പോയി കിടക്കുന്നത്. പക്ഷേ ഈ പാലപ്പമൊക്കെ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ചൂട് പോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല. നമ്മൾ എത്ര സ്റ്റോർ ചെയ്ത് വെച്ചാലും ചില സമയത്തൊക്കെ അതങ്ങ് പാളിപ്പോവാറുണ്ട്. അതുകൊണ്ട് എന്താ പറയുന്നത് ചൂടോടെ ചുട്ട് കൊടുക്കുന്നതാണ്. പിന്നെ തലേ ദിവസത്തെ കുറച്ച് കറി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ രാവിലെ അഡ്ജസ്റ്റ് ചെയ്യും. കറി ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കിയല്ലേ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഒരു ചമ്മന്തിക്കറി അങ്ങനെ എന്തെങ്കിലും. രാവിലെ മെയിനായിട്ട് ഇത് കഴിക്കുന്ന ഇക്ക മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടുവിന് ക്ലാസ് ഉണ്ടെങ്കിൽ കുട്ടുവും കഴിക്കും. ഞാൻ 12 മണിയാവാതെ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആക്കാറില്ലല്ലോ. അപ്പോൾ ആ ടൈമിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുന്നതേ ഉള്ളൂ രാവിലെ. പിന്നെന്താ അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഒരു എന്താ പറയുന്നത് ഈ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ഇടണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിനെനിക്ക് കറക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കണമല്ലോ, നിങ്ങൾക്കൊരു പ്രയോജനം വരണമല്ലോ അത് കാണുന്നവർക്ക്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 68 കിലോയോളം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് താഴോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇൻഷാ അല്ലാ വീഡിയോ ഇടാം. എപ്പോഴും പറയുന്ന കണക്കല്ല, അടുത്ത് ഞാൻ എന്തായാലും വീഡിയോ ഇടാം കേട്ടോ. ഷീനിനകത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് വന്ന് എന്തായാലും നിങ്ങളെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ച്. ഫസ്റ്റിൽ ഏതാണ്ടൊരു ബെൽറ്റാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എല്ലാ മാക്സി ഡ്രസ്സുകളും എൻ്റെത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൂസായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സാധാരണ ഇങ്ങനെ ബെൽറ്റ് ഉപയോഗിക്കുന്ന ആളല്ല. പക്ഷേ അല്ലെങ്കിൽ നമ്മളെല്ലാത്തിൻ്റെയും സൈഡ് ഇങ്ങനെ പിന്നെ തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ബെൽറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. അങ്ങനെയാണ് ഒരു ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കായാലും മോക്കായാലും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ കാണിച്ചില്ലേ ഒരു ബോർഡ് വെൽക്കം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ വാങ്ങിച്ചേക്കുന്നത് ദാണ്ട് ഇതിങ്ങനെ നമ്മളെന്താ പറയുന്നത് ഹാങ് ചെയ്തിടുന്നതാണ്. നല്ല ഫ്ലവർ വയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഒന്ന് വാങ്ങിച്ചേക്കുന്നത്. വളരെ വിലക്കുറവാണ് കേട്ടോ ഷീനിനകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഇതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാന്റ്സിൻ്റെ പോട്ടൊക്കെ നമുക്ക് ഇതേപോലെ ഹാങ് ചെയ്തിടാൻ പറ്റുന്നൊരു സംഭവം. നല്ല ഭംഗിയുള്ള ഇതിന് ഒരു പേരുണ്ട് കേട്ടോ. അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ അതാണ് ഒരെണ്ണം വാങ്ങിച്ചേക്കുന്നത്. ഇതിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ നല്ല റേറ്റ് കുറവാണ്. പിന്നെ നമ്മൾ എൻ്റെ എപ്പോഴത്തെയും എനിക്ക് പിന്നെ പർച്ചേസ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആപ്പാണ് ഒരു ഓൺലൈൻ സ്റ്റോറാണ് ഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ എന്താ പറയുന്നത് നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. സ്ഥിരം നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ പോയിൻ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇത് നമ്മളുടെ വാളിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഫോട്ടോ ഫ്രെയിമൊക്കെ നമുക്ക് ഇങ്ങനെ തൂക്കണമെങ്കിൽ ആണി അടിച്ചിട്ട് വൃത്തികേടാക്കണ്ട. അതിന് പകരമുള്ളൊരു സംഭവമാണ് ഇത് കേട്ടോ. കുറേ ഉണ്ട്. 20 എണ്ണം 30 എണ്ണം വീതമാണ് വരുന്നത്. നല്ല ബലമാണ് കേട്ടോ ഭിത്തിക്ക് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ കുറേ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ ഹാങ് ചെയ്യാൻ ഞാനിപ്പോൾ കാണിച്ചില്ല ആ ബോർഡുകൾ, അതൊക്കെ നമുക്കൊന്ന് ഹാങ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വാങ്ങിയൊരു സാധനമാണ് ഇത് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല യൂസേജാണ്. ഇപ്പോൾ കിച്ചണിനകത്ത് നമുക്ക് സ്പൂണുകൾ അല്ലെങ്കിൽ തവികൾ അങ്ങനെ എന്ത് സാധനം ഹാങ് ചെയ്യണമെങ്കിലും ഇത് ഭിത്തിക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അത് ഹാങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. വളരെ വിലക്കുറവാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ
നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ 2 പിന്നെ ഉടുപ്പും കൂടെ, അതായത് ടോപ്പും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. മോൾ വരുന്നുണ്ട്, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഒന്ന് നല്ല പ്യുവർ വൈറ്റ് കളർ ഒരു ഡ്രസ്സാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള, അതിൻ്റെ സ്ലീവും പിന്നെ നെക്കും ഒക്കെ നല്ല രസമാണ്. അതേപോലെ തന്നെ ഒരു കോഫി ബ്രൗൺ കളറ്. ഇത് രണ്ടും ഇപ്പം എനിക്ക് അവളുടെ അളവായി, എനിക്കും അവൾക്കും ഒരേ അളവാണ് ഇപ്പം ഡ്രസ്സ് ഇങ്ങനെയുള്ളത്. അപ്പം 2 ആൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ നാട്ടിലോട്ട് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകത്തില്ല, അവൾക്ക് കോളേജിൽ ഇതൊന്നും ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ തന്നെ നല്ല ഭംഗിയുള്ളൊരു നെക്കാണ്, സ്ലീവും ഒക്കെ അടിപൊളിയാണ്. ഇതിനൊക്കെ വളരെ വിലക്കുറവാണ് കേട്ടോ. പിന്നെ ഞാൻ 3 ഷാൾ എടുത്തിട്ടുണ്ട്, പ്രിൻറ്റഡ് ഷോള്. മിക്കപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള ഷാളുകൾ വാങ്ങിക്കുന്നത് ഒന്നുകിൽ റെറ്റാഗിൽ നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ ഷീനിയിൽ നിന്ന് വാങ്ങിക്കും. നല്ല ക്ലോത്താണ് കേട്ടോ, നല്ല അടിപൊളി ഷാളാണ്. പിന്നെ കുറേ നാളായിട്ട് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിരുന്നൊരു ഷാളാണ് താണ്ടിയത്. നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റും. വൈറ്റിൻ്റെ കൂടെയാണ് കൂടുതൽ ഭംഗി, വൈറ്റ് ഡ്രസ്സുകളുടെ കൂടെ അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ ഒക്കെ കൂടെ. കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ, കുറേ മിക്സിങ് ആണ്, പിങ്ക്, പീച്ച് അങ്ങനെയൊക്കെയുള്ള അതും. പിന്നെ ഒരു ഡോട്ടഡ് ഷാള്. നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്ക് അറിയാം, എനിക്ക് ഈ ഒരു ഇങ്ങനെ ഡോട്ടുള്ള ആ ഒരു ക്ലോത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ഷാളുകൾ ഈ രീതിയിലുള്ളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ്. പിന്നെ ഞാനൊരു വെൽക്കമിൻ്റെ ബോർഡ് വാങ്ങിയല്ലോ, വെൽക്കം, അത് നമുക്ക് ദാണ്ട് ഇങ്ങനെ ആ ഒരു കഥയിൽ ഒന്ന് ഹാങ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. വാങ്ങിയ സാധനം കണ്ട് ഇതേപോലെ ഏത് സാധനവും നമുക്ക് ഭിത്തിയിലായാലും നമ്മുടെ വുഡിൻ്റെ പുറത്തായാലും എവിടെയാണെങ്കിലും നമുക്ക് ദാണ്ട് ഈ രീതിയിൽ ഹാങ് ചെയ്യാനായിട്ട് പറ്റും. അടിപൊളി സെറ്റപ്പിൽ അതങ്ങനെ കിടന്നോളും. ഉച്ചയ്ക്ക് എന്ത് ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ. കാരണം എല്ലാ ദിവസവും സാധാ ചോറും കറിയും ഒക്കെ ആക്കുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പാണ് അല്ലേ. പക്ഷേ എന്നാൽ 2-3 ദിവസം നോൺ വെജ് കഴിച്ച് കഴിയുമ്പം അത് വീണ്ടും ഒരു മടുപ്പാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ചിക്കൻ വെച്ചിട്ട് ഒരു ഫുൾ ചിക്കൻ ഗ്രേവി പോലെ ആക്കിയെടുക്കാമെന്ന്. പിന്നെ ഞാൻ ചിക്കനെല്ലാം ദാണ്ട ഒന്ന് അരപ്പൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോഴും അതൊന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒരു ഫ്രൈ, ഒരു കോട്ടിങ് വരുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ. വെളിച്ചെണ്ണയ്ക്കകത്താണ് ഒന്ന് ഫ്രൈ ആക്കി വെക്കുന്നത്. ചിക്കൻ്റെ കിടപ്പ് കണ്ടോ, മക്കൾ വന്നു കഴിഞ്ഞിട്ട് ആക്രമിക്കേണ്ടിയാണല്ലോ എന്ന് ഓർത്തപ്പോൾ കഷ്ടം തോന്നി. പിന്നെ അത് ഒരു ഫ്രൈ ചെയ്തെടുത്ത ഓയിലിലോട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നമ്മളൊരു മസാല പോലെ ആക്കിയെടുക്കും കേട്ടോ. ഇത് സാധാ ഒരു എന്താ പറയുന്നത് ഫുൾ ചിക്കൻ നമ്മൾ ചെയ്യത്തില്ല, ഇപ്പം ചെയ്യുന്ന പർദീസ ചിക്കൻ അതൊന്നും അല്ല കേട്ടോ, ചുമ്മാ വെറുതെ ഒരു ചിക്കൻ എൻ്റേതായ ഒരു റെസിപ്പിയിൽ. അങ്ങനെ നമ്മൾ തക്കാളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മസാല, നോർമൽ മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൗഡർ, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ ഞാനൊരു ചെറിയ മാഗിയുടെ ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. മാഗിയുടെ ക്യൂബ് ഇട്ടതുകൊണ്ട് അതിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നോക്കിയതിന് ശേഷമാണ് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ കൂടി ഇട്ട് കൊടുത്ത് മസാല ഒന്ന് നന്നായിട്ട് തിക്കാക്കി എടുക്കുന്നുണ്ട്. സൈഡിൽ കുറച്ച് ഗീ റൈസ് കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ജീരകശാല റൈസ് വെച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ഒട്ടും കഴിക്കാൻ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് ഈ ഗീ റൈസ്. എനിക്കെന്താണെന്ന് അറിയുന്നില്ല കേട്ടോ, എനിക്കൊട്ടും കഴിക്കും. നമുക്ക് എന്താ പറയുന്നത്, ചില ദിവസങ്ങളിലൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ കഴിക്കും. പക്ഷെ അല്ലാതെ ഒരു ഫേവറേറ്റ് എന്ന് പറയാൻ താല്പര്യമില്ലാത്തൊരു ഇതാണ് ഗീ റൈസ്. മിക്ക വീടുകളിൽ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരിക്കൽ പോലും ഉണ്ടാക്കാൻ താല്പര്യപ്പെടാത്തൊരു സംഭവമാണ് ഈ ഗീ റൈസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഫ്രൈഡേ പോലും ഞാൻ എങ്ങനെയും ഒഴിവാക്കി കളയാൻ നോക്കും ഈ ഒരു റൈസ്. പക്ഷേ മക്കൾക്കും ഇക്കായ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ റൈസ്, എന്തിൻ്റെ കൂടെ ആണെങ്കിലും അവർ കഴിക്കും. അങ്ങനെ ഗ്രേവി തിക്കായി വന്നപ്പോഴും നമ്മൾ ആ ഒരു ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ അതായത് ഫ്ലെയിമിൽ കിടന്നിട്ട് ഇനി അത് ഫുള്ളൊന്ന് നന്നായിട്ട് വെന്ത് ആ ഒരു മസാലയൊക്കെ അതിൽ പിടിക്കണം. മസാല ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും ക്യാരറ്റും മല്ലിയിലയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കറിവേപ്പിലയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ പുഴുങ്ങി വെച്ചിട്ടുള്ള കുറച്ച് എന്താ പറയുക പുഴുങ്ങിയ മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്നറിയാം, അതുകൂടി ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ റൈസും ദാണ്ട് ഇതുമൊക്കെ സെറ്റായിട്ടുണ്ട്.
ചിക്കൻ കറിയായിട്ട് വെച്ച് കൊടുക്കുമ്പോഴോ ഇത് നമ്മളെപ്പോഴും കഴിക്കുന്നതാണെന്നുള്ളൊരു മനോഭാവമാണ് കേട്ടോ. ഇവിടെ ഇക്കായ്ക്കൊക്കെ ആണെങ്കിൽ ചിക്കൻ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പുള്ളിക്ക് മട്ടൻ ബീഫ് ഇതിനോടൊക്കെയാണ് താല്പര്യം. എന്തായാലും ഈ മടിയൻ ഗീ റൈസ് ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മളുടെ യാത്ര ജുബൈലിലോട്ടാണ് കേട്ടോ. ജുബൈലിൽ വണ്ടർ ഹിൽസ് കാണുന്നതിന് വേണ്ടിയിട്ട് പോവുക. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വീഡിയോ ഒക്കെ ഇട്ട് ആഴ്ചകളും കഴിഞ്ഞ് വണ്ടർ ഹിൽസ് എനിക്ക് എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ അവിടെ ഇപ്പോൾ അത് കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. 2 പ്രാവശ്യം നമ്മൾ പോയി കേട്ടോ. പക്ഷെ അടിപൊളിയായിരുന്നു. മക്കളെയൊക്കെ കൊണ്ടുപോയി കാണിക്കാനായാലും നമുക്ക് കാണാനായാലും അടിപൊളിയായിരുന്നു. ഓൺലൈൻ വഴി നമ്മൾ പിന്നെ ബുക്ക് ചെയ്തിട്ട് പോയാൽ മതി. പെർ ഹെഡ് 20 റിയാലായിരുന്നു. ഒരു നഷ്ടവും ഇല്ല കേട്ടോ. കാണാൻ ഒരുപാടുണ്ട്. ഈ തണുപ്പും നമ്മളുടെ നടത്തയുടെ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആസ്വാദനകരമായ സംഭവങ്ങളായിരുന്നു കേട്ടോ. കണ്ണിന് കുളിർമയെന്ന ഒരുപാട് കാഴ്ച ഉണ്ടായിരുന്നു. നമ്മൾ ഏകദേശം വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി 5 മണി ആയപ്പോഴത്തേക്ക് നമ്മളവിടെ ചെന്നിട്ടുണ്ട്. വൈകുന്നേരത്തെ കാഴ്ച ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. ഷെബുവും ഞങ്ങളും ഒക്കെ മുമ്പും പുറകുമായിട്ട് ഇറങ്ങിയെങ്കിലും ഞങ്ങൾ അവിടെ ചെന്ന് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഷെബുവും വസിയൊക്കെ എത്തിയത്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിന്ന് കുറേ ലാഗടിച്ച് ഞങ്ങൾ എൻ്റെ കസിനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് 7 കുന്നുകളിലായിട്ട് തീർത്തിട്ടുള്ള ഒരു വിസ്മയം എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ കുന്നും ഓരോ തീമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 7 കുന്നും നമ്മൾ കണ്ടുപോകണം. അതിനിടയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രൗഡാണ് കേട്ടോ. ആൾക്കാർ ഒരുപാടുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി ഞങ്ങളെ സന്തോഷിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാത്രിയിലും ആ നേരിയ വെട്ടത്തിലും വെളിച്ചത്തിലും ഒക്കെ നമ്മളുടെ കയ്യിൽ നമ്മളെ അറിയുന്ന ഓരോരുത്തരും ഇങ്ങനെ വന്ന് പിടിക്കുമായിരുന്നു. കാരണം എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വളരെ കുറച്ച് വീഡിയോയും വളരെ കുറച്ച് പിന്നെ കമ്മ്യൂണിക്കേഷനും ഉള്ള ഞാൻ നിങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, ഷെബുവിൻ്റെ ആയാലും വസിയുടെ ആയാലും അവരുടെയൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, എന്നെ അറിയുന്ന ഒരുപാട് പേര് അവർ വന്ന് ആ ഇരുട്ടത്ത് നിന്നും ഫോട്ടോ എടുക്കുന്ന 2 തവണ പോയപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയത് ഈ ഒരു കാഴ്ചയേക്കാൾ കൂടുതൽ അതായിരുന്നു. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ തുടർച്ചയായിട്ട് അവരെന്നോട് പറയും, എന്തിനിങ്ങനെ വീഡിയോസ് വൈകിക്കുന്നത്, വെയിറ്റ് ചെയ്യുമോ ഞങ്ങൾ വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട്. ഇതെന്തായാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കുറേയധികം പേര് കേട്ടോ ഇരുട്ടത്ത് നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോയെന്നുള്ളതാണ്. അതൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ. ഇങ്ങനെ പബ്ലിക്കിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ അറിയുന്ന ആൾക്കാർ, നമ്മളറിഞ്ഞില്ലെങ്കിലും അപ്പോൾ അതൊരു ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ 7 കുന്നിൽ തീർത്ത വിസ്മയം എനിക്ക് തോന്നുന്നു ദമാം, ജുബൈൽ, ഹസ ഒരുപാട് ആൾക്കാർ, സൗദിയിൽ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞു. പിന്നെ മോള് വന്നിട്ടുണ്ട്. അപ്പോൾ മോള് വന്നതിന് ശേഷം അവളെയും കൊണ്ട് ഞങ്ങൾ ഒരു തവണയും കൂടെ പോയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട്. നടന്ന് ഊപ്പാടിളകി എന്ന് പറയത്തില്ല, ആ ഒരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.